സർക്കാർ ആശുപത്രികളിൽ 24 മണിക്കൂർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനം ഏർപ്പെടുത്തുന്നതിൽ ആശങ്ക അറിയിച്ച KGMOയെ സർക്കാർ നീക്കം മതിയായ ഡോക്ടർമാരെ നിയമിക്കാതെയെന്ന സംഘടന ഇത് ഡോക്ടർമാരുടെ ജോലിഭാരം വർദ്ധിക്കുന്നതിന് കാരണമാകുമെന്നും KGMOയെ ജില്ലാ ജനറൽ ആശുപത്രികളിലെത്തുന്ന രോഗികൾക്ക് മികച്ച ചികിത്സ നൽകാൻ 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനം അത്യാവശ്യമാണ്. എന്നാൽ സർക്കാർ തീരുമാനം നടപ്പിലാക്കും മുൻപ് ഇതിലെ പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് KGMOയുടെ ആവശ്യം. പ്രധാനമായും നിലവിലെ ഡോക്ടർമാരുടെ എണ്ണത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് പ്രായോഗികമല്ല. പല ആശുപത്രികളിലും മതിയായ ഡോക്ടർമാരില്ല. ഈ പ്രശ്നം പരിഹരിക്കാതെ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ ഡോക്ടർമാരുടെ ജോലിഭാരം വർദ്ധിക്കുകയും ഇത് രോഗി പരിചരണത്തെ ബാധിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ നിലവിൽ നൽകി വരുന്ന സേവനങ്ങൾ തന്നെ ഏറ്റവും കാര്യക്ഷമമായി നൽകാൻ ആവശ്യമായ മനുഷ്യ വിഭവശേഷി ഇപ്പോൾ നിലവിലില്ല. കാരണം ഈ അടുത്ത് 430 ഡോക്ടർമാർക്ക് PSC അഡ്വൈസ് മെമ്മോ നൽകിയെങ്കിലും കേവലം 134 പേർക്കാണ് പോസ്റ്റിംഗ് നൽകിയത്. അതിൽ തന്നെ പലരും ജോയിൻ ചെയ്തിട്ടില്ല. നിലവിൽ ഞങ്ങൾ ഏറ്റവും ഒടുവിൽ ഞങ്ങൾ കണക്കെടുത്തപ്പോൾ 799 ഡോക്ടർമാരുടെ ഒഴിവുകൾ ഹെൽത്ത് സർവീസിൽ നിലവിലുണ്ട്. അതിൽ തന്നെ 476 പേർ ജനറൽ കേഡറാണ്, അതായത് അസിസ്റ്റന്റ് സർജന്മാരും CMOമാരും ഉൾപ്പെടുന്ന 300ഓളം സ്പെഷ്യലിസ്റ്റുകളുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിൽ 23 ഡോക്ടർമാരുടെ ഒഴിവുകളുണ്ട്. ഈ ഒഴിവുകളൊക്കെ എത്രയും വേഗം അടിയന്തരമായി നികത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് PG യോഗ്യതയുള്ള ഡോക്ടർമാരെ നിയമിക്കണമെന്നാണ് സംഘടനയുടെ ആവശ്യം. എന്തായാലും ഏറ്റവും മികച്ച രീതിയിൽ ഇതൊരു സസ്റ്റൈനബിൾ ആയി, അതായത് നിലനിന്ന് പോകുന്ന തരത്തിൽ ഇത് നടപ്പിലാക്കണം എന്നതിനോട് സംഘടനയ്ക്ക് യാതൊരു വിയോജിപ്പുമില്ല. പക്ഷെ അതിനുവേണ്ടി കൂടുതൽ പോസ്റ്റുകൾ, സ്ഥിരമായിട്ടുള്ള പോസ്റ്റുകൾ കൂടുതൽ സൃഷ്ടിച്ചുകൊണ്ട് ഇത് മികച്ച രീതിയിൽ സംഘടനകളെ കൂടി ഞങ്ങളെ എല്ലാവരും വിശ്വാസത്തിലെടുത്തുകൊണ്ട് കൂട്ടായ ചർച്ചകളിലൂടെ ഇത് നടപ്പാക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. കൂടാതെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, താലൂക്ക് ആശുപത്രികൾ എന്നിവിടങ്ങളിൽ നിന്ന് സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെ ജനറൽ ജില്ലാ ആശുപത്രികളിലേക്ക് മാറ്റുന്നതിലും സംഘടന ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.